ആഘോഷിച്ചോ? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ആഴ്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും പുതിയ പുതിയ തീരുമാനങ്ങളും ഡയറ്റ് പ്ലാൻസും ഒക്കെ എടുക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ മിക്കവാറും എല്ലാവരും ഡയറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിൽ സാലഡ്സും അതുപോലെ ഹെൽത്തി ഫുഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മളൊരു ഡയറ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പം മിക്കവാറും ഉള്ളവരും ഒരു പകുതി ആകുമ്പോഴത്തേക്കും അത് കളഞ്ഞിട്ട് പിന്നെയും പഴയ പോലെ തന്നെ നോർമൽ ഡയറ്റിൽ പോകാറുണ്ട്. പക്ഷെ അതിലൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു 1-2 ദിവസം മാത്രം ഡയറ്റ് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാലഡ്സോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ വളരെ കാലറി കുറഞ്ഞ ഫുഡോ കാർബ്സ് കുറഞ്ഞ ഫുഡോ ഒക്കെ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ ആഴ്ചയിൽ 1-2 ദിവസം മാത്രം യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഡേയ്സ് ഡ്യൂറേഷൻ കൂട്ടി 2-3 ദിവസം യൂസ് ചെയ്യാം. പിന്നെ അത് ഒരാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഒരാഴ്ച വരെ. അപ്പോൾ അങ്ങനെ പതുക്കെ നമുക്ക് ഡയറ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡയബറ്റീസ് ഉള്ളവർക്കും അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടും ഹെൽപ്ഫുൾ ആയിട്ടും ഉള്ളൊരു റെസിപ്പിയാണ്. ചിക്കൻ ആൻഡ് അവക്കാഡോ സാലഡാണ് ഇന്നത്തെ റെസിപ്പി. അതിൽ നമുക്ക് വെജിറ്റേറിയൻസിന് ഈ ചിക്കൻ അവോയ്ഡ് ചെയ്തിട്ട് ചിക്ക് പീസ് അങ്ങനത്തെ പൾസസ്, അതായത് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു ഗുണമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ അവക്കാഡോ ആണ്. അവക്കാഡോ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, പലർക്കും കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവക്കാഡോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് അവക്കാഡോ. അതൊരു പ്രത്യേക ഫ്രൂട്ടാണ്, വളരെ ഹെൽത്തി ആയിട്ടും ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നിറയെ ന്യൂട്രിയൻസ് ലോഡഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസിയാണിത്. എല്ലായിടത്തും പൊതുവെ അങ്ങനെയാണ്, ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൂട്ട്സൊക്കെ നമ്മൾക്കൊരു മധുരം അതുപോലെ കാർബ്സും ഒക്കെ കൂടിയതാണ്. ഇതിൽ കാർബ്സിനെക്കാളും ഫാറ്റ്സ് ആണ് ഇതിനകത്ത് കൂടുതൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനൊരു പിയർ ഷേപ്ഡാണ്. പല ഷേപ്പിലും സൈസിലും ഒക്കെ അവൈലബിൾ. ഈവൻ 1 കിലോഗ്രാം വരെയൊക്കെയുള്ള അവക്കാഡോ അവൈലബിൾ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സീഡും ഉണ്ടാവും, ഒരു ഫ്ലഷി പാർട്ടും ഉണ്ടാവും. ആ ഫ്ലഷി പാർട്ടാണ് നമ്മൾ സാലഡ്സിനും അതുപോലെ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കാനും പിന്നെ ഗോക്കുമോളിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഗോക്കുമോളി എന്ന് പറഞ്ഞ ഒരു മെക്സിക്കൻ റെസിപ്പിയാണ്, അത് ഞാൻ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലഷി പാർട്ടാണ് നമ്മൾ അവക്കാഡോയുടെ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അവക്കാഡോയ്ക്ക് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ പ്രോട്ടീനും ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും പൊട്ടാസ്യം, അതുപോലെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള സാധനങ്ങൾ അവക്കാഡോയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ലഭിക്കുന്ന ഒരു സാധനമാണ് അവക്കാഡോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഇപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോണുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം, കാരണം ലാസ്റ്റ് നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ആഡ് ചെയ്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. ഒരു വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൽ വെള്ളമുള്ള ചിക്കനാണ്. അതുകൊണ്ടൊരു 2 വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടൊമാറ്റോ, പിന്നെ ഒരു കുക്കുംബർ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പർപ്പിൾ ക്യാബേജാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ക്യാബേജും സാധാ കിട്ടുന്ന ക്യാബേജൊക്കെ എടുക്കാം. പിന്നെ വേണ്ടത് സ്പിനാച്ചാണ്. ഇതിന് പകരം നാട്ടിൽ കിട്ടുന്ന ചീര ആയാലും കുഴപ്പമില്ല, അതൊന്നും വേണമെങ്കിൽ ഒന്ന് വേവിച്ചിട്ടിടാം. അപ്പോൾ ഇനി വേണ്ടത് ഇതിനെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റിനെ ചെറുതായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ ബൗൾ വേണം എടുക്കാൻ, കാരണം ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ലാസ്റ്റിൽ, ഈ വെജിറ്റബിൾസും അതിൻ്റെ സോസും ഒക്കെ. അടുത്ത് നമ്മൾ പർപ്പിൾ ക്യാബേജ് ഇങ്ങനെ തിന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇതിനെ ഒന്നും കൂടി ചെറുതാക്കി ബൈറ്റ് സൈസ് പീസസ് ആക്കി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒത്തിരി വലിയ പീസസ് ആയിട്ട് ഇടണ്ട, ഒരു മീഡിയം സൈസ് ഇട്ടുള്ള പീസസ് ആയിട്ട് ഇട്ടാൽ മതി. അതും നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ക്യാപ്സിക്കം ആണ്.
ഇതും ചെറിയ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പല കളറിലുള്ള ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് വേണമെങ്കിൽ യെല്ലോയും റെഡും അങ്ങനെ പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. കാരണം ക്യാപ്സിക്കത്തിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം നമുക്കിതിലൂടെ കിട്ടും. കാരണം ഇത് കുക്ക് ചെയ്യുന്നില്ല അധികം, റോ ആയിട്ട് തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ മാക്സിമം അതിൻ്റെ ഗുണങ്ങൾ വൈറ്റമിൻസ് എല്ലാം നമുക്ക് കിട്ടും ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ഡിഷാണിത്, ഈ സാലഡ്സ്. അപ്പോൾ അടുത്ത നമ്മൾ കുക്കുംബറാണ്. കുക്കുംബർ ഞാൻ തൊലി ഗ്രേറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായ കുക്കുംബർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല, ആ തൊലിയോട് കൂടി തന്നെ ഇടാം. വാങ്ങിക്കുന്നതാകുമ്പോൾ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ടിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ചില കുക്കുംബേഴ്സിൻ്റെയൊക്കെ തൊലിയിൽ ഭയങ്കര കയ്പുണ്ടാവും. അപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തൊലി കളയുന്നതാണ് പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ. ഈ കുക്കുംബർ നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്യാം, പക്ഷെ ഭയങ്കര വെള്ളം പോലെ വരുന്നത് കാരണം കൂടുതൽ നമ്മുടെ സാലഡ് അങ്ങ് വാട്ടറി ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇത് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു മീഡിയം സൈസ് ഒരു വലിപ്പത്തിലുള്ളൊരു ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ അല്ല ചെറുതാണെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്യാം, വലുതാണെങ്കിൽ 1 എണ്ണം തന്നെ മതിയാവും. അപ്പോൾ അതും നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് മാറ്റിയിട്ട് വേണം, ആ പീസസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് അധികം അങ്ങ് വെള്ളമില്ല, അപ്പോൾ നമ്മൾ ആ പീസസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ചീര റെഡിയാക്കി എടുക്കാം. ചീര ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചീരയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായ ചീരയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ട് അതിൽ ആഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ആ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് ചീരയുടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അവക്കാഡോ കട്ട് ചെയ്യാം. ഇതൊരു പ്രത്യേക രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ആ സീഡ് ഉള്ളിലുള്ളത് കാരണം ആ ഫ്ലഷ് മാത്രം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് 2 പീസായിട്ട് മാറും. ഒരു പീസിൽ ആ സീഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളൊരു കത്തി കൊണ്ടൊന്ന് സ്ട്രൈക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് അങ്ങനെ ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സീഡിങ് ഇളകി വരും. അപ്പോൾ നമുക്ക് ആ ഫ്ലഷ് മാത്രം കിട്ടും. അങ്ങനെയാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഫ്ലഷ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്നോട് കൂടി, ആ സ്കിന്നിൻ്റെ ഭാഗത്തോട് കൂടി കൂടുതൽ സ്കൂപ്പ് ചെയ്തെടുക്കാൻ നോക്കണം. കാരണം ആ പച്ച കളറുള്ള സ്കിന്നിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് നല്ല ന്യൂട്രീഷ്യസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് മാഷ് ചെയ്ത് നമുക്കെടുക്കാം. അതായത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി ഉടച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഇതങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയാണ് ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഫുള്ളും നമ്മൾ സ്കൂപ്പ് ചെയ്ത് അതിലേക്ക് ഇടുന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ ഒരു അവക്കാഡോ ഇട്ടു. നിങ്ങൾക്ക് 2 എണ്ണം വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 എണ്ണം കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ചിക്കന് ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കണം ബോണിൽ നിന്നൊക്കെ. അപ്പോൾ ഇതിൽ നന്നായി ഉപ്പും കുരുമുളകും ഒക്കെ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത, ഇങ്ങനെ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ഫാറ്റ്സ് ഒക്കെ കുറേ അങ്ങ് മെൽറ്റായി പോവും. അപ്പോൾ ആ ഫാറ്റ്സ് അതിലുള്ളതെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ മീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലഷ് മാത്രം നമുക്ക് എടുത്തിട്ട് ബോണെല്ലാം മാറ്റിക്കളയാം. പിന്നെ ഇനി ഇതിനകത്തൊരു സോസ് നമുക്കുണ്ടാക്കണം. സോസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. അപ്പോൾ സീഡൊന്നും വരാതെ ശ്രദ്ധിക്കണം. ജ്യൂസ് മാത്രം സ്ക്വീസ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കുരുമുളകും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒലിവ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, എപ്പോഴും സാലഡ്സിന് നല്ലത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതാണ് എപ്പോഴും സാലഡ്സിന് യൂസ് ചെയ്യാൻ നല്ലത്. കാരണം അത് ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഒലിവ് ഓയിലാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ ഗുണങ്ങളും അതിലുണ്ടാവും. പിന്നെ വേറെ ക്വാളിറ്റിയിൽ വരുമ്പോഴത്തേക്കും അത് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ഉപ്പിടണ്ട, കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പം ബാക്കി ആ
വെജിറ്റബിൾസിനും സ്പിനാച്ചിനും ഒക്കെ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇപ്പം നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ആ സാലഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സാലഡ് മിക്സ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടി. ഇനിയിപ്പോൾ നമുക്കിത് ആ സാലഡ് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിനി ആ ബൗളിലേക്ക് ബാക്കിയുള്ള ആ ചീരയും ചിക്കനും കൂടി മിക്സ് ചെയ്യുവാണ്. ഇനി ഇത് ചിക്കൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ ടൈമിൽ ചിക്ക് പീസ് ബോയിൽ ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പയറോ കറുത്ത ബീൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പയർ വർഗ്ഗങ്ങൾ. ഇപ്പം ഞാൻ ആ സോസും അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വേണം അത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പം നമ്മൾ അത് സാലഡ് റെസിപ്പീസൊക്കെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും 1-2 ഡേയ്സിൽ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. ഒരു ടൈമിലെ മീലായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. ഇപ്പോൾ ഡിന്നർ ആണെങ്കിൽ ഡിന്നർ, അല്ലെങ്കിൽ ലഞ്ച് ആണെങ്കിൽ ലഞ്ച്, അങ്ങനെ ഒരു ടൈമിലെ മീലായിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. ഭയങ്കര ഫില്ലിംഗ് ആണ് ആക്ച്വലി. ഈ ചിക്കനൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശക്കൂല ഇത് കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ആൽമണ്ട്സോ അല്ലെ എന്തിൻ്റെ സീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സും സീഡ്സും അതുപോലെ കുറച്ച് കപ്പലണ്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ പുതിയ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നതാണ് ഈ ഒരു റെസിപ്പി ഇടാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസ് ആയിട്ട് എന്നെ അറിയിക്കണം. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു റെസിപ്പിയിൽ കാണാം. അപ്പോൾ ബൈ.